റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിന് എന്തിനാണ് ജർമ്മനിയോട് ഇത്ര പക? രണ്ടാം ലോക മഹായുദ്ധത്തിൽ കീഴടക്കിയ ജർമ്മനി ശീതയുദ്ധാനന്തരം കൈവരിച്ച മികവാണോ ഇതിനു പിന്നിൽ? രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലുണ്ടായ വലിയ മുറിവ് ഇന്നും റഷ്യയെയും ജർമ്മനിയെയും വിഘടിപ്പിച്ചാണ് നിർത്തുന്നത്. പുതിന്റെ കോപത്തിന് പാത്രമാകുന്ന ജർമ്മനിയെ കുറിച്ച് നമുക്കൊന്ന് പറയാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം അല്പം സങ്കീർണമായ ഒന്നാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സഹകരണത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും നിമിഷങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുകയുമാണ്. ചരിത്രപരവും അതുപോലെ ഭൗമരാഷ്ട്രീയവുമായ നിരവധി ഘടകങ്ങൾ ഈ വെറുപ്പിന് പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. പ്രത്യേകം പറയുകയാണെങ്കിൽ വ്ളാഡിമിർ പുതിന്റെ റഷ്യയിൽ ജർമ്മനി വെറുക്കപ്പെട്ട രാജ്യമാണ്. എന്തായാലും വ്ളാഡിമിർ പുതിൻ ജർമ്മനിയെ ഇത്ര കണ്ട് വെറുക്കാനുള്ള കാരണം നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം. ജർമ്മനിയുടെയും റഷ്യയുടെയും ചരിത്രം ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്ന ഒന്നാണ് എന്നത് ആദ്യം തന്നെ പറയട്ടെ. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളാണ് ഇരു രാജ്യങ്ങളുടെയും ഇരുണ്ട ഏടിലെ അധ്യായങ്ങൾ. ഓപ്പറേഷൻ ബാർബറോസ എന്നറിയപ്പെടുന്ന ഹിറ്റ്ലറുടെ സോവിയറ്റ് യൂണിയൻ അധിനിവേശം റഷ്യയെ സംബന്ധിച്ചിടത്തോളം വേട്ടയാടുന്ന ഓർമ്മയായി ഇന്നും തുടരുന്നുണ്ട്. യുദ്ധസമയത്ത് ഏകദേശം 27 ദശലക്ഷം സോവിയറ്റ് പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. അവരിൽ പലരെയും ക്രൂരമായി കൊലപ്പെടുത്തിയത് നാസി സൈനികരുടെ കൈകളും. റഷ്യയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സ്മരണ അല്ലെങ്കിൽ മഹത്തായ ദേശസ്നേഹ യുദ്ധം ദേശീയ സ്വത്വത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. നാസി ജർമ്മനിക്കെതിരെ വിജയം വർഷം തോറും മെയ് 9 ഇന്നും റഷ്യ ആഘോഷിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ആഘാതവും സോവിയറ്റ് യൂണിയനിൽ വരുത്തിയ നാശവും അഭിമാനവും സങ്കടവും ദേഷ്യവും സമ്മിശ്രമായി ഓർക്കുന്ന ദിനം കൂടിയാണ് സോവിയറ്റ് പ്രതാപമൊഴിഞ്ഞ റഷ്യയെ സംബന്ധിച്ചിടത്തോളം മെയ് 9. യുദ്ധാനന്തര ജർമ്മനി യുദ്ധത്തിൽ അതിന്റെ പങ്കിനെ അനുരഞ്ജിപ്പിക്കാനും ക്ഷമാപണം നടത്താനും ശ്രമിക്കുമ്പോൾ റഷ്യയിലെ ചിലർ വിശ്വസിക്കുന്നത് ജർമ്മനി അതിന്റെ ചരിത്രത്തെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും റഷ്യൻ ദേശീയതയുടെ പുനരുജ്ജീവനത്തെയും ന്യായീകരിക്കാൻ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഏടുകൾ പതിവായി ഉപയോഗിക്കുന്ന പുതിൻ തന്റെ രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കരുത്തുള്ള റഷ്യൻ ഐഡന്റിറ്റി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു ഉപകരണമായി യുദ്ധ പൈതൃകത്തെ ഉപയോഗപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പുതിൻ ഉൾപ്പെടെയുള്ള പല റഷ്യക്കാർക്കും ജർമ്മനിയുടെ യുദ്ധകാല പ്രവർത്തനങ്ങളുടെ വിവരണം വേദനാജനകമായ ഓർമ്മപ്പെടുത്തലായി തുടരുകയാണ്. അത് ജർമ്മനിയെക്കുറിച്ചുള്ള അവരുടെ ധാരണകളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസ്ഥിരതയുടെ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഈ സമയത്ത് ജർമ്മനി പാശ്ചാത്യ ശക്തികൾക്കൊപ്പം സോവിയറ്റിനു ശേഷമുള്ള പരിവർത്തനത്തെ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനമുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാലും 2000 കാലഘട്ടത്തിൽ പുതിൻ അധികാരത്തിലേക്ക് എത്തിയതോടെ പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള റഷ്യയുടെ സമീപനത്തിൽ, പ്രത്യേകിച്ച് ജർമ്മനിയോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. മുൻ KGB ഓഫീസറായ പുതിന് റഷ്യയിലെ പാശ്ചാത്യ സ്വാധീനത്തെക്കുറിച്ച് അഗാധമായ സംശയങ്ങളുണ്ട്. പല റഷ്യക്കാരും സോവിയറ്റിനു ശേഷമുള്ള പരിവർത്തനത്തെ അപമാനത്തിന്റെയും ചൂഷണത്തിന്റെയും കാലഘട്ടമായി കാണുന്നുണ്ട്. അതിലൊരു വ്യക്തിയാണ് പുതിനും. ഈ സമയത്ത് ജർമ്മനി ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ സാമ്പത്തിക പരിഷ്കാരങ്ങളും രാഷ്ട്രീയ പുനർനിർമ്മാണവും അടിച്ചേൽപ്പിക്കുന്നതിലും രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഹാനികരമാണെന്ന് പല റഷ്യക്കാരും കരുതുന്നു. സോവിയറ്റ് പ്രദേശത്തിന്റെ മുൻ അധിനിവേശക്കാരനായ ജർമ്മനി ഇപ്പോൾ റഷ്യൻ കാര്യങ്ങളെ സ്വാധീനിച്ചേക്കാമെന്ന ധാരണ പുതിനെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും സംബന്ധിച്ച് അരോചകം തന്നെയാണ്. യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും സ്വാധീനം മുൻ സോവിയറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നതും പുതിനും റഷ്യൻ നേതൃത്വവും വലിയ വെല്ലുവിളിയായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. ശീതയുദ്ധത്തിന്റെ അവസാനം മുതൽ നാറ്റോ കിഴക്കോട്ട് വളർന്നു. മുൻ സോവിയറ്റ് അംഗങ്ങളെയും വാർസോ ഉടമ്പടി അംഗങ്ങളെയും അതിന്റെ ചൊൽപ്പടിക്ക് കൊണ്ടുവന്നു. ഈ വിപുലീകരണം റഷ്യയുടെ സുരക്ഷയ്ക്കും സ്വാധീന മേഖലയ്ക്കും നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് പുതിൻ കാണുന്നത്. യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും മുൻനിര അംഗങ്ങളിൽ ഒന്നായ ജർമ്മനി ഈ സംഭവ വികാസങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുമുണ്ട്. പോളണ്ട്, ബാൾട്ടിക് രാജ്യങ്ങൾ, അതായത് എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ തുടങ്ങിയ മുൻ ഈസ്റ്റേൺ ബ്ലോക്ക് രാജ്യങ്ങളെ റഷ്യക്കെതിരെ ഉൾപ്പെടുത്തിയത് റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത് ശീതയുദ്ധത്തിന്റെ അവസാനത്തിൽ ഉണ്ടാക്കിയ കരാറുകളുടെ ലംഘനമായിട്ടാണ് റഷ്യ കാണുന്നത്. നാറ്റോയും ജർമ്മനിയും വിപുലീകരണം സ്വയം നിർണയ തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും റഷ്യ അതിനെ ഒരു തന്ത്രപരമായ വലയമായിട്ടാണ് കാണുന്നത്. നാറ്റോയുടെ സാമീപ്യം റഷ്യയുടെ താൽപ്പര്യങ്ങൾക്ക് അപകടകരമായ വെല്ലുവിളിയായിട്ടാണ് താൻ കാണുന്നതെന്ന് പുതിൻ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. നാറ്റോയിലെ ജർമ്മനിയുടെ പ്രധാന പങ്കും യൂറോപ്യൻ യൂണിയനിലെ സ്വാധീനവും പുതിന്റെ വിമർശനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. പാശ്ചാത്യ നയങ്ങൾക്കുള്ള ജർമ്മനിയുടെ അചഞ്ചലമായ പിന്തുണയിൽ അദ്ദേഹത്തിന് നീരസവുമുണ്ട്. അത് പലപ്പോഴും റഷ്യൻ ഭൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ജർമ്മനിയും റഷ്യയും ശക്തമായ സാമ്പത്തിക ബന്ധം പങ്കിടുന്ന രാജ്യമാണെന്ന് ഇവിടെ പ്രത്യേകം ഓർക്കണം. പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ ബന്ധമുള്ളത്. റഷ്യൻ പ്രകൃതിവാതകവും എണ്ണയും വലിയ അളവിൽ ഇറക്കുമതി ചെയ്യുന്ന റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികളിൽ ഒന്ന് തന്നെയാണ് ജർമ്മനി. റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് നേരിട്ട് പോകുന്ന നോർഡ് സ്ട്രീം പൈപ്പ് ലൈനുകൾ ഈ സാമ്പത്തിക ബന്ധത്തിന്റെ ആണിക്കല്ലായിരുന്നു.
എന്നിരുന്നാലും ഊർജ്ജ രാഷ്ട്രീയം സമീപ വർഷങ്ങളിൽ പിരിമുറുക്കത്തിന്റെ ഉറവിടമായി മാറിയിരിക്കുകയാണ്. ജിയോ പൊളിറ്റിക്കൽ ലിവറേജിന്റെ ഉപകരണമായി പുതിൻ പലപ്പോഴും ഊർജ്ജ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. റഷ്യയിൽ നിന്നുള്ള താങ്ങാനാവുന്നതും വിശ്വസനീയവുമായ ഊർജ്ജ വിതരണത്തിൽ നിന്ന് ജർമ്മനി പ്രയോജനം നേടുമ്പോൾ ജർമ്മനിയിലും യൂറോപ്യൻ യൂണിയനിലും റഷ്യൻ ഊർജ്ജത്തെ അമിതമായി ആശ്രയിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വന്നു. 2014 ക്രിമിയ പിടിച്ചടക്കിയതും ഉക്രൈനിലെ യുദ്ധത്തിൽ റഷ്യയുടെ പങ്കാളിത്തവും ഊർജ്ജ ബന്ധത്തിൽ കാര്യമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കൾ റഷ്യയെ ആശ്രയിക്കുന്നത് പുനർചിന്തനം ചെയ്യാനും തുടങ്ങി. അതായത് അടുത്ത കാലത്തായി റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞു. റഷ്യയിൽ നിന്ന് ഊർജ്ജം വാങ്ങുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് ഈ രാജ്യങ്ങളൊക്കെ എത്തിപ്പെടുകയും ചെയ്തു. ജർമ്മനി അതിന്റെ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും റഷ്യൻ വാതകത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കൂടുതൽ ശ്രമിച്ചു. റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഗ്യാസ് വിതരണം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നോർഡ് സ്ട്രീം 2 പൈപ്പ് ലൈനിന്റെ നിർമ്മാണം ഒരു വിവാദ വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ഉക്രൈൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇത് നമുക്ക് വ്യക്തമാകുന്നത്. അമേരിക്കയും ഉക്രൈനും പോളണ്ടും ഉൾപ്പെടെയുള്ള പല കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും പൈപ്പ് ലൈനെ എതിർക്കുന്നുണ്ട്. ഇത് യൂറോപ്പിന്റെ റഷ്യയെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കുമെന്നും ഗ്യാസിനുള്ളിലെ ഒരു ട്രാൻസിറ്റ് രാജ്യമെന്ന നിലയിൽ ഉക്രൈന്റെ സ്ഥാനത്തെ ദുർബലപ്പെടുത്തുമെന്നും വാദിക്കുന്നു. പുതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഊർജ്ജ പ്രശ്നങ്ങളിൽ യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായി ചർച്ച നടത്താനുള്ള ജർമ്മനിയുടെ സന്നദ്ധത ഈ മേഖലയിലെ റഷ്യയുടെ ശക്തിയോടുള്ള വെല്ലുവിളിയെ പ്രതിനിധീകരിക്കുന്നതാണ്. 2014 ക്രിമിയയുടെ റഷ്യൻ അധിനിവേശവും ഉക്രൈനിലെ തുടർന്നുള്ള യുദ്ധവും റഷ്യയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധത്തെ നാടകീയമായി മാറ്റിമറിച്ചു. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ ജർമ്മനി ഉക്രൈനിലെ അവരുടെ നടപടികളോടുള്ള പ്രതികരണവുമായി റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ ചേർന്നു. ഊർജ്ജം, ബാങ്കിംഗ്, പ്രതിരോധം എന്നിവയുൾപ്പെടെ റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ഉപരോധങ്ങൾ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത പ്രഹരമായി തീരുന്നുണ്ട്. ജർമ്മനിയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്നും റഷ്യയുടെ പരമാധികാരം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും പുതിൻ നിരന്തരം ആരോപിച്ചിട്ടുണ്ട്. മറുവശത്ത് ജർമ്മനി ഉക്രൈന്റെ പ്രാദേശിക അഖണ്ഡതയെ ശക്തമായി പിന്തുണയ്ക്കുകയും സംഘർഷത്തിന് നയതന്ത്ര പരിഹാരത്തിനായി വാദിക്കുകയും ചെയ്തു. മുൻഗണനകളുടെ ഈ ഏറ്റുമുട്ടൽ പുതിനും ജർമ്മനിയും തമ്മിലുള്ള കൂടുതൽ ശത്രുതയിലേക്കാണ് നയിച്ചത്. ബഷാർ അൽ അസദിന്റെ ഭരണകൂടത്തെ റഷ്യ പിന്തുണച്ചപ്പോൾ സിറിയയിലെ റഷ്യയുടെ ഇടപെടലിനെതിരെ അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ജർമ്മനി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സിറിയയിലെ റഷ്യയുടെ നടപടികളെ ജർമ്മനി ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വിമർശിച്ചുകൊണ്ടിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ വിള്ളലുകളാണ് സൃഷ്ടിച്ചത്. ജർമ്മനിയോടുള്ള പുതിന്റെ വ്യക്തിപരമായ വികാരങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ പ്രയാസമാണെങ്കിലും അദ്ദേഹത്തിന്റെ പൊതുനയങ്ങളും ജർമ്മൻ സ്വാധീനത്തെക്കുറിച്ചുള്ള സംശയം ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രത്യയശാസ്ത്ര നിലപാടും നമുക്ക് വ്യക്തമാകുന്നതാണ്. റഷ്യൻ ദേശീയതയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് പുതിന്റെ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതിൽ ചില സമയങ്ങൾ പാശ്ചാത്യരുടെ നിഷേധാത്മക ചിത്രീകരണങ്ങളും അതിന്റെ സ്വാധീനവും ഉൾപ്പെടുന്നു എന്നത് സ്വാഭാവികമായി കണ്ടാൽ മതി. പാശ്ചാത്യ ആക്രമണത്തിന്റെയും ഇടപെടലിന്റെയും ഇരയായി റഷ്യ അദ്ദേഹം പലപ്പോഴും ചിത്രീകരിക്കുന്നുണ്ട്. ഈ വിവരണത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് ജർമ്മനി. അതായത് വില്ലൻ സ്ഥാനം എപ്പോഴും പുതിൻ നൽകുന്നത് ജർമ്മനിക്ക് തന്നെയാണ്. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് പുടിൻ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് ജർമ്മനിയെ ഒരു എതിരാളിയായി അല്ലെങ്കിൽ ശക്തനായ വെല്ലുവിളിയായി സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. റഷ്യൻ സ്റ്റേറ്റ് മീഡിയയിൽ ജർമ്മനി ചിലപ്പോൾ പാശ്ചാത്യ കാപട്യത്തിന്റെ പ്രതീകമായി ചിത്രീകരിക്കപ്പെടുന്നു. പ്രത്യേകിച്ചും ഉപരോധങ്ങൾ, അന്താരാഷ്ട്ര ഫോറങ്ങളിൽ റഷ്യയെ കൈകാര്യം ചെയ്യുന്ന രീതി, റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ വിഭജനം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വില്ലനാകുന്നത് ഇവിടെ ജർമ്മനിയാണ്. കുറച്ചു ദിവസം മുൻപ് ഒരു ഫോറത്തിൽ പങ്കെടുത്ത പുതിൻ ജർമ്മൻ വംശജൻ എന്തിന് ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് പുതിൻ നടത്തിയ ആ പരാമർശം യൂറോപ്യൻ യൂണിയനോടും നാറ്റോയോടുമുള്ള അമർഷമായിട്ടാണ് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതായത് സ്വന്തമായി ഒരു ഭാഷയുണ്ടായിരുന്നിട്ടും പടിഞ്ഞാറൻ രാജ്യങ്ങളോട് കൂറു പുലർത്തുന്ന ജർമ്മനിയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിഷേധമായിരുന്നു ആ വാക്കുകൾ എന്നാണ് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ കുറിക്കുകയോ. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.